ശ്രീ ജയേന്ദ്രൻ, ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട തർക്കങ്ങളിൽ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ, രണ്ട് മുന്നണികൾക്കിടയിൽ ഉയരുന്ന വലിയ തർക്കങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് വലിയ റോളുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് മുതിർന്ന മാധ്യമപ്രവർത്തകരെ ഫോൺ വിളിച്ച് മധ്യസ്ഥനാകാൻ ആവശ്യപ്പെടുക, ആ രൂപത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ട് വലിയ സമരങ്ങൾ ഒഴിവാക്കുക, ഇങ്ങനെയൊരു രീതിയുണ്ടോ? സ്മൃതി, ഈ പ്രശ്നത്തില് പിന്നെ ഇന്ന് ഉണ്ടായ ചർച്ചകളിലും ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ നിരീക്ഷണങ്ങളെക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരു സംഗതിയുണ്ട്, മറ്റൊരു വസ്തുതയുണ്ട്. അതാരും കണ്ടിട്ടില്ല, പറയുന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. അത് മറ്റൊന്നുമല്ല, അന്ന് ADGP ആയിരുന്നു, പിന്നെ DGP ആയി വിരമിച്ച ഹേമചന്ദ്രൻ എഴുതിയ സർവീസ് സ്റ്റോറിയാണ് നീതി എവിടെ എന്ന പുസ്തകത്തിന്റെ 42-ാം അധ്യായം. അതിൽ ഈ സോളാർ സമരം തീർന്നതിൻ്റെ സുവ്യക്തമായ ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ അത് ഏറ്റവും ഭംഗിയായി തന്നെ അദ്ദേഹം അത് വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറിക്ക് താല്പര്യമുണ്ടായിരുന്നു, മന്ത്രിമാർക്ക്, രാഷ്ട്രീയ നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു, പ്രതിപക്ഷ നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്ത്? ഈ സമരം തീർക്കുന്നതിനെ സംബന്ധിച്ച് അതെങ്ങനെ വേണം എന്നുള്ള ആലോചനകൾ തകൃതിയായി നടക്കുകയാണ് ആ 2-3 ദിവസങ്ങളിൽ ഭരണസിരാ കേന്ദ്രത്തിലും പുറത്തുമായി. അതിന് ഒരുപാട് പേരെ താങ്കൾ ചോദിച്ചതുപോലെ മാധ്യമപ്രവർത്തകരുടെ റോള് ഉപയോഗിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ PT ചാക്കോയാണ്. ഞങ്ങളൊരു ജോലി ചെയ്തത് DBAയിൽ. PT ചാക്കോ ഒരുപാട് പേരെ ബന്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കറിയാം. പിന്നെ ഈ പ്രശ്നം എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ള ആരായുകയാണ്, അല്ലാതെ ഒരാളിനെ നിയോഗിക്കുകയല്ല. പലതരത്തിലുള്ള ആരായലുകളാണ് നടക്കുന്നത്. അത് നടക്കുന്നുണ്ട് അവിടെ, അത് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പല തലത്തിലുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് ബ്രിട്ടാസും പിന്നെ ചെറിയാൻ ഫിലിപ്പും തിരുവഞ്ചൂരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അകത്ത് പക്ഷേ തെളിഞ്ഞു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്നറിയാമോ? ജോൺ മുണ്ടക്കയത്തിന് ഇതിൽ റോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എന്തിനാണിപ്പോൾ ഈ പ്രശ്നം കൊണ്ട് വന്നിരിക്കുന്നത്? അദ്ദേഹത്തിന് പുസ്തകം ഇറങ്ങിയാൽ വലിയ തോതിൽ സ്വീകരിക്കപ്പെടും. ഈ വിവാദം കൂടെ ആയതോടുകൂടി ഏതാണ്ട് എല്ലാ ചാനലുകളും ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, മനോരമയുടെ ബ്യൂറോ ചീഫായിട്ട് ദീർഘകാലം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ച ജോൺ എന്തുകൊണ്ടാണ് തൻ്റെ പത്രത്തിൽ, മലയാള മനോരമയിൽ ഒരു സ്കൂപ്പായി ഈ സാധനം അടിക്കാതിരുന്നത് ഇത്ര കാലവും? വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിശ്വസിക്കാവുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു സഹായം തേടുമ്പോൾ അതങ്ങ് സ്കൂപ്പാക്കാമെന്ന് ആലോചിക്കുമോ? ഇത് ബ്രിട്ടാസ് പറഞ്ഞ വാദമാണല്ലോ. ബ്രിട്ടാസ് അന്ന് രാഷ്ട്രീയ നേതാവല്ല, മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഇടപെടുന്നതെങ്കിൽ അദ്ദേഹം അത് ഇങ്ങനെ പുറത്തു വിളിച്ചു പറയുമോ? അദ്ദേഹം പറഞ്ഞു അദ്ദേഹം CPM നേതാവ് എന്ന നിലയ്ക്കാണ് ഇടപെട്ടതാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് അല്ല, സംഭവം കഴിഞ്ഞതിന് ശേഷം 2013 ഈ സംഭവം കഴിഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടിയുടെ ഈ പിന്നെ രാജിവെച്ചതിന്റെ കാര്യമൊക്കെ രാജു പി നായർ അടക്കം പറഞ്ഞു. നോക്കൂ, ചരിത്രം അന്നത്തെ രേഖകൾ എടുത്തു നോക്കൂ. 2013 ജൂലൈ 8 അസംബ്ലിയിൽ ഞാനുണ്ടെന്ന്, അസംബ്ലിയിൽ ഉണ്ട്. പിന്നെ അദ്ദേഹം അവിടെ പറയുകയാണ്, ഞാൻ രാജിവെക്കാൻ പോവുകയാണെന്ന് തയ്യാറാണെന്ന് പറയുകയാണ്. അന്ന് കോൺഗ്രസ് CLP കൂടിയാണ് പറയുന്നത്, പറ്റില്ല എന്ന് പറയുന്നത്. അതറിയുമോ രാജു പി നായർക്ക്? ഉമ്മൻചാണ്ടിയാണ് പറയുന്നത്, ഞാൻ രാജിവെക്കാൻ പോവാണ് ഇതിന്റെ പേരിൽ നിന്ന്. വലിയ പ്രശ്നങ്ങൾ CLPയിൽ ഉണ്ടാവുന്നുണ്ട്, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ അത് സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് പിന്നീടും പറയുന്നുണ്ട്. അപ്പൊ പലതരത്തിൽ ഈ പ്രശ്നം ഒതുക്കാനായിട്ടുള്ള ചർച്ചകൾ അദ്ദേഹം മാത്രമല്ല പലരും. താങ്കൾ ഇപ്പോൾ ഹേമചന്ദ്രന്റെ പുസ്തകത്തെ ഉദ്ധരിച്ചതുകൊണ്ട് ഹേമചന്ദ്ര പുസ്തകത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ അദ്ദേഹം പിന്നീട് പറയുകയും ചെയ്തിട്ടുള്ളത്. ഉമ്മൻചാണ്ടിക്കെതിരായ ലൈംഗികാരോപണം, അതിന്മേൽ അന്വേഷണം, തെളിവില്ല എന്ന് പറഞ്ഞിട്ടും പോലീസിനെ അതിന്മേൽ നിർബന്ധിക്കുന്ന സാഹചര്യം, ഇതൊക്കെ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. പറയുമ്പോൾ എല്ലാം പറയണം. അതെ, അല്ല, കഴിഞ്ഞ വർഷം ജൂണിൽ ഇതായിരുന്നല്ലോ ഏതാണ്ട് 10 ദിവസത്തോളം നിരന്തരം ചർച്ച ചെയ്തിരുന്നത്. ഹേമചന്ദ്രന്റെ നീതി എവിടെന്ന പുസ്തകത്തിലെ താങ്കൾ ഈ പറഞ്ഞ പിന്നെ വാക്കുകളും വാചകങ്ങളും പാരഗ്രാഫുകളും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം. അതിനുശേഷം ഇപ്പോൾ 1 വർഷം ആകാൻ പോകുന്നു. അപ്പോഴാണ് ഈ പുതിയ ചർച്ച ജോൺ മുണ്ടക്കയം തുറന്നു വിടുന്നത്. അത് പിന്നെ അതിൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. DC ഇറക്കിയ പുസ്തകത്തിൽ അത് അതിന്റെ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കാം അവർ പുറത്തുവിട്ടത്, മാധ്യമങ്ങളും ചർച്ച ചെയ്തത്. ഇന്ന് ജോൺ മുണ്ടക്കയം പുറത്തിറക്കാൻ പോകുന്ന പുസ്തകത്തിന്റെ സെല്ലിംഗ് പോയിന്റ് ആയിരിക്കാം ഇതുപോലുള്ള വിവാദങ്ങൾ ഇന്ന് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ഇവർ പലരും നിരീക്ഷിച്ചതുപോലെയും അതിൻ്റെ ചെറിയാൻ ഫിലിപ്പ് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് രണ്ട് കക്ഷികൾക്കും, പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരുപോലെ തന്നെ ഈ പ്രശ്നം തീർക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നുവെന്നും അതിന്റെ ഭാഗമായി പിന്നെ കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കുകയായിരുന്നുവെന്നുമാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞത്.
അതൊരു ഡീലായിരുന്നില്ല എന്നും എന്തുകൊണ്ട് ഡീലല്ല എന്നുള്ളതിന്റെ കാരണമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹേമേന്ദ്രന്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ. അപ്പൊ അതുണ്ട്. അത് ഇപ്പൊ വിവാദമാകുന്നത് ജോൺ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകന്റെ മാത്രം പിന്നെ ആവശ്യപ്രകാരം അദ്ദേഹം ഒരു വാരികയിൽ എഴുതുമ്പോഴാണല്ലോ ഈ പ്രശ്നം വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. ആയിക്കോട്ടെ, ചർച്ച ചെയ്തോട്ടെ. പക്ഷെ അതുകൊണ്ടൊന്നും പിന്നെ ഈ സോളാർ കേസ് അതിന്റെ ഒരു മെറിറ്റിൽ പിന്നെ അല്ല ഒത്തുതീർന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിന്റെ മെറിറ്റിലല്ല ഒത്തുതീർന്നത്. മെറിറ്റ് ആരാണ് നിശ്ചയിക്കുന്നത്? ആരുമല്ല. പിന്നീട് കമ്മീഷനിലേക്ക് പോയി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇതിനകത്ത് കൊണ്ടുവരണമെന്നുള്ളതായിരുന്നു CPM താല്പര്യം, അല്ലെങ്കിൽ LDF താല്പര്യം. അത് കൊണ്ടുവന്നപ്പോഴാണ് അവരത് സമ്മതിച്ചതെന്ന് പറയുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ശിവരാമൻ കമ്മീഷൻ ഒരുപാട് വാദങ്ങൾ വലിച്ചുവാരി പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹൈക്കോടതി പോലും അംഗീകരിച്ചിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞ അതൊക്കെ അങ്ങ് മാറ്റിയേക്കണം അതിൻ്റെ അകത്തുനിന്ന്. ശിവരാമൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ് ഹൈക്കോടതി പോലും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ കമ്മീഷന്റെ അന്നത്തെ താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും പിന്നീട് പുറത്തു വന്നതാണല്ലോ. ഈ ആരോപണം ഉന്നയിച്ച ഇര എന്ന് പറയുന്ന വ്യക്തി, അത് ലൈംഗികാരോപണ കേസ്, ഓരോ ദിവസവും വന്ന് മൊഴി നൽകുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ താല്പര്യമായിരുന്നു. അവർ ധരിക്കുന്ന സാരിയെക്കുറിച്ച് പറയുക, അത് കാണാൻ എല്ലാവർക്കും താല്പര്യമാണല്ലോ എന്ന് പറയുക. അപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം വളരെ വ്യക്തമായിരുന്നു. അതിനൊക്കെ ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും അറിയാം. ഇവിടെ പോലീസ് അന്വേഷിച്ച ഒരു തെളിവ് കിട്ടാതായപ്പോൾ CBIയിലേക്ക് അന്വേഷണം പോകുന്നു. CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇരയാണ് എന്നൊരു പ്രത്യേക ഘട്ടത്തിൽ. ആ ഘട്ടം ഏതാണെന്ന് നമുക്കറിയാം. വേങ്ങര തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് CBI അന്വേഷിച്ചിട്ട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചരിത്രം. അല്ല സ്മൃതി, ഒരു കാര്യം കൂടെ ഈ ഹേമേന്ദ്രൻ അദ്ദേഹം പറയുന്നുണ്ട്, രാഷ്ട്രീയ ശരിയും നിയമത്തിന്റെ ശരിയും കൂടെ ഒരു മുഖാമുഖം നിൽക്കുമ്പോൾ ഏത് ഓപ്റ്റ് ചെയ്യണം എന്ന് ഒരു പിന്നെ തീരുമാനം വേണ്ടി വരുമ്പോൾ നിയമത്തിന്റെ ശരിയിലേക്ക് പോലീസുകാർക്ക് പോകാൻ പറ്റൂ. പോലീസ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ തരത്തിലുള്ള ഉപദേശമാണ് CM-ന് കൊടുത്തത്. ചീഫ് സെക്രട്ടറിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ നിയമത്തിന്റെ ശരിയും രാഷ്ട്രീയത്തിന്റെ ശരിയും രണ്ടും ഇവിടെ അപ്ലൈ ചെയ്ത് പോന്നിട്ടുണ്ട്. രണ്ട് പക്ഷങ്ങളും, UDF പക്ഷവും ഭരണപക്ഷവും CPM-ന്റെ LDF പക്ഷം പ്രതിപക്ഷം, രണ്ട് പക്ഷത്തും അവര് നോക്കുമ്പോൾ രാഷ്ട്രീയ ശരിയാണ് പ്രതിപക്ഷത്തിൻ്റെത്. ഭരണപക്ഷം നോക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയ ശരി മാത്രം അംഗീകരിച്ചാൽ പോരാ, നിയമത്തിന്റെ ശരിയിലേക്കും വരണം. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.